പിതാവിൻ്റെ അനുഭവങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാമോ? കാരണം ഞങ്ങളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നവീകരണത്തിൻ്റെ ഒരു പിതാവ് എന്ന നിലയിലാണ് മാർപ്പാപ്പയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പിതാവിന് നേരിട്ടുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവയ്ക്കാമോ? പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ 3 പ്രാവശ്യം കാണുവാനും സംസാരിക്കുവാനുമായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ 3 സന്ദർഭങ്ങളിലും പരിശുദ്ധ പിതാവിനോടുള്ള ആദരവും സ്നേഹവും കൂടുതൽ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായി പരിശുദ്ധ പിതാവിനെ കാണുന്നത് അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 2-3 ദിവസങ്ങൾക്കുള്ളിലാണ്. ധാരാളം ആൾക്കാര് പരിശുദ്ധ പിതാവിനെ കണ്ട് അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് നിൽക്കുന്ന ക്യൂവിൽ ഞാനും ഉണ്ടായിരുന്നു. പരിശുദ്ധ പിതാവ് എന്നെ കണ്ട അവസരത്തിൽ എൻ്റെ കൈകൾക്ക് മുകളിൽ പിടിച്ച് അടുപ്പിച്ച് വലിയ അനുഗ്രഹം നൽകിയ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. മറ്റ് പിതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി ഉള്ള ഒരു ഹൃദയ വിചാരം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്വന്തം പിതാവിൻ്റെ അടുത്ത് നിൽക്കുന്നത് പോലെയുള്ള ഒരു വലിയ ആത്മ സന്തോഷമുണ്ടായി എന്നുള്ളത്. പരിശുദ്ധ പിതാവിൻ്റെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന അവസരത്തിൽ എന്തോ ഒരു വലിയ ആന്തരിക സ്വാതന്ത്ര്യം, ആത്മീയമായ നിറവ് അനുഭവിച്ച ഒരു അവസരമായിരുന്നു അത്. പരിശുദ്ധ പിതാവിനെ പറ്റി എനിക്ക് ആദ്യമായി ഉണ്ടായ ചിന്ത, ഒരു മഹാവിശുദ്ധന്റെ സന്നദ്ധിയിൽ എൻ്റെ കരങ്ങൾ വെച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ അനുഭവമാണ്. അത് ജീവിതത്തിലെ ഉടനീളം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പടവും പ്രഭാഷണവും ഒക്കെ കാണുന്ന അവസരത്തിൽ യേശുക്രിസ്തുവിനെ പോലെ ഉള്ള മറ്റൊരു വിശുദ്ധാത്മാവിൻ്റെ സന്നദ്ധിയിൽ നിൽക്കുന്ന ഒരു ആത്മീയ നിറവും ആന്തരിക സന്തോഷവും ലഭിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങളെ പിതാക്കന്മാരെല്ലാവരും കൂടി മലങ്കര കത്തോലിക്ക സഭയിലെ പിതാക്കന്മാർ ഒന്നിച്ച് ആദ് ലിമിന വിസിറ്റിന് പോയ ആ സന്ദർഭമാണ്. ആ സന്ദർഭത്തിലും സ്വന്തം വീട്ടിൽ കയറി ചെല്ലുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ഉണ്ടായത്. ഒരു ഔപചാരികതയും കൂടാതെ ഞങ്ങളെ പിതാക്കന്മാർ എല്ലാവരും അവിടെ കടന്നു ചെല്ലുകയും ഓരോരുത്തർക്കും ഇരിക്കുവാനായിട്ടുള്ള ഇരിപ്പിടങ്ങൾ പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിക്കുകയും ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്ന് വരികിൽ അത് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് പിതാക്കന്മാരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയും വളരെ സാധാരണമായ ഒരു സംഭാഷണം പോലെ പിതാക്കന്മാര് എല്ലാവരോടും അവരുടെ കാര്യങ്ങൾ ചോദിച്ച് അറിയുകയും അതിലെല്ലാം ഉപരിയായി ഓരോ രൂപതയുടെയും ആവശ്യങ്ങളും പ്രവർത്തനങ്ങളും ഒരു സഭാതലവൻ എന്നുള്ള നിലയിൽ പരിശുദ്ധ പിതാവ് ശ്രദ്ധയോടെ കേൾക്കുകയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ഏതാണ്ട് 2-2.25 മണിക്കൂറോളം പരിശുദ്ധ പിതാവിൻ്റെ മുറിയിൽ എല്ലാ പിതാക്കന്മാരും ഒന്നിച്ചിരുന്ന് സംഭാഷണങ്ങൾ നടത്തിയതും സമ്മാനങ്ങൾ സ്വീകരിച്ചതും അതുപോലെ തന്നെ പരിശുദ്ധ പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിച്ചതും വളരെയേറെ സന്തോഷത്തോടെ അനുസ്മരിക്കുകയാണ്. മൂന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സന്ദർഭമാണ്. ഞാൻ പ്രത്യേക ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് റോമില് ചെല്ലുന്ന അവസരത്തിൽ ഞാൻ പഠിപ്പിച്ച ഒരു വൈദികനായിരുന്നു
പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ഓഫീസ് കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എൻ്റെ സെമിനാരി വിദ്യാർത്ഥിയായിരുന്നുകൊണ്ട് എന്നോട് ചോദിച്ചു, പിതാവ് വൈകിട്ട് ഫ്രീ ആകാൻ സാധ്യമാകുമോ എന്ന്. ഞാൻ ചോദിച്ചു എന്താണ്. അന്നേരം പറഞ്ഞു, ഫ്രീ ആവുകയാണെങ്കിൽ ഇന്ന് മാർപ്പാപ്പ വലിയ തിരക്കില്ലാത്ത ദിവസമാണ്, വൈകിട്ട് പിതാവിൻ്റെ ഭക്ഷണമുറിയിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അവസരം ഒരുക്കാം. എനിക്ക് വളരെയേറെ നിർവൃതിയുണ്ടായ ഒരു സന്ദർഭമാണിത്. ഞാൻ പറഞ്ഞു, എന്ത് തിരക്കേറിയ കാര്യമുണ്ടെങ്കിലും വൈകിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഞാൻ അവിടെ വരുന്നതാണ്. ആവശ്യം തന്നെ 7 മണിക്ക് ഓഫീസിലെത്തണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നു. അവിടെ കുറച്ചു നേരം ഇരുന്നു. പിന്നീട് 7:30 മണി കഴിഞ്ഞ അവസരത്തില് പരിശുദ്ധ പിതാവ് എൻ്റെ പ്രൈവറ്റ് റെഫക്ടറിയിലെ ഭക്ഷണ മുറിയിലെ കടന്നു വരികയും ഞങ്ങൾ ഏതാനും ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. വന്ന അവസരത്തിൽ തന്നെ ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ പിതാവ് ഗ്രീറ്റ് ചെയ്യുകയും, നമ്മളുടെ സാധാരണ ഒരു ഭവനത്തിൽ ഒരിക്കലും എന്താണ് ഒരു ബിഷപ്പ് ഹൗസിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സ്ഥലത്തോ ഭക്ഷണം വിളമ്പുന്ന പോലെയല്ല പരിശുദ്ധ പിതാവ് കടന്നു വന്ന് അവിടെ വച്ചിരുന്നതായിട്ടുള്ള ഭക്ഷണം ഓരോന്നും അദ്ദേഹം തന്നെ പ്ലേറ്റ് എടുത്ത് തനിക്കിഷ്ടമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് തുടർന്ന് പരിശുദ്ധ പിതാവിൻ്റെ സെക്രട്ടറീസിനും കൂടി ഭക്ഷണം എടുത്ത് അവരൊരു ടേബിളിൽ വന്നിരുന്ന് ഞങ്ങളുടെ തൊട്ടടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പരിശുദ്ധ പിതാവിന് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത ഒരു അനുഭവമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന അവസരത്തിൽ ഞങ്ങളെ കാണുകയും അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ഞങ്ങൾ ആരാണെന്നൊക്കെ തിരക്കി അറിയുകയും ചെയ്ത ഒരു 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 സന്ദർഭമായിരുന്നു. അതുപോലെ തന്നെ വളരെ ലാളിത്യത്തോടു കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ആശംസകൾ നൽകി പ്രാർത്ഥിച്ച് തൻ്റെ മുറിയിലേക്ക് പോയ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ജീവിതത്തില് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാന്നിധ്യമായി അന്ന് മുതൽ ഇന്ന് വരെയും നിറഞ്ഞ നിൽപ്പുണ്ട് എന്നുള്ളത് വളരെയേറെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സംഭവം. ഇനി ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടുമുട്ടുന്ന എല്ലാ അവസരത്തിലും ഒരു സ്നേഹനിധിയായ പിതാവിൻ്റെ അല്ലെങ്കിൽ കാരുണ്യവാനായ ഒരു പിതാവിൻ്റെ ഒരു ദിവ്യ പുരുഷന്റെ മുൻപിൽ നിൽക്കുന്ന അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറപ്പെടുവിക്കുന്ന ലേഖനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഉപദേശങ്ങളും ഒക്കെ വളരെ ശ്രദ്ധയോടെ ഞാൻ വായിക്കുമായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് സഭയെ പറ്റിയുള്ള നല്ല വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചപ്പാടുകളെല്ലാം യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിന്റെ പ്രായോഗികമായിട്ടുള്ള വിശദീകരണങ്ങളും പ്രഖ്യാപനങ്ങളുമായിരുന്നു എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനവികതയാണ്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും 700 കോടി ജനങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്നും അവർക്കെല്ലാവർക്കും ഒരുപോലെ നീതി ലഭിക്കണമെന്നും എല്ലാവരും സന്തോഷമായും സമാധാനമായും പ്രത്യാശയായും ജീവിക്കുന്ന ഒരു ലോകത്തിന്റെ നിർമ്മിതിയാണ് യേശുക്രിസ്തു വിഭാവനം ചെയ്തത് എന്നുള്ള ഒരു വലിയ സന്ദേശം പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെയും പ്രബോധനങ്ങളിലൂടെയും ലോകത്ത് നൽകി എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലോക മനസ്സാക്ഷിയായി ജീവിക്കുവാനായിട്ടിടയായത്. അവിടെ ജാതിയോ മതമോ വർഗമോ സ്ത്രീപുരുഷ വ്യത്യാസമോ ഒന്നും കൂടാതെ എല്ലാ മനുഷ്യരും പിതാവായ ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവസ്നേഹം സ്വീകരിക്കുവാനും ഒരുപോലെ അർഹരാണെന്നുമുള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുവാനായിട്ടിടയായത്. അതുപോലെ തന്നെ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് ദൈവ സ്നേഹത്തിന്റെ പ്രായോഗിക രൂപമാണ് എന്നും തൻ്റെ ജീവിതത്തിലൂടെ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പല അവസരങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളോട്, വേദന അനുഭവിക്കുന്നവരോട്, പല രീതിയിൽ സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെടുന്നതായിട്ടുള്ള വ്യക്തികളോട്
അവരോട് എല്ലാം ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് കാതലിക് ചർച്ച്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കത്തോലിക്ക സഭ എന്നുള്ള കാഴ്ചപ്പാട് വളരെ വലുതാണ്. പലപ്പോഴും നമ്മളെ വിശ്വാസികളെന്നും അവിശ്വാസികളെന്നും നല്ലവരെന്നും മോശപ്പെട്ടവരെന്നും ദൈവസ്നേഹം അറിയിക്കുന്നവർ അറിയിക്കാത്തത് എന്നൊക്കെയുള്ള ഗ്രഡേഷൻസ് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ മാനുഷികമായ രീതിയിൽ കടന്നു വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അപ്രകാരമുള്ള ഒരു വ്യത്യസ്തത, ഏറ്റവും വലിയ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് പോലെയുള്ള വ്യക്തികളോടും വളരെ താഴ്ന്ന നിലവാരത്തിൽ തന്നെ സന്ദർശിക്കാൻ വരുന്ന ഏറ്റവും പ്രായമേറിയ അല്ലെങ്കിൽ രോഗിയായ അല്ലെങ്കിൽ ശിശുവായ ഒരു വ്യക്തിയോടുള്ള സമീപനവും ഒരുപോലെ സ്നേഹ നിർഭരവും ഹൃദ്യവുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ഒരു മനുഷ്യസ്നേഹി, മനുഷ്യാവകാശ സംരക്ഷണമായിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ആധുനിക കാലഘട്ടത്തിലെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ ഏറെ സന്തോഷമുണ്ട്. അത് മാത്രമല്ല സമൂഹത്തിലുള്ള ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ആ രീതിയിലാണ് പരിശുദ്ധ ഫ്രാൻസിസ് കണ്ടിട്ടുള്ളത്. കത്തോലിക്ക സഭയിലെ 140 കോടി ജനങ്ങൾക്ക് മാത്രമല്ല, ലോകത്തിലെ 700 കോടി ജനങ്ങളും ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുവാനായിട്ടിടയായി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു വിശ്വാസ സാക്ഷ്യമായിട്ട് ഞാൻ കരുതുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എവിടെ ചെന്നാലും സമൂഹത്തിലെ പാവപ്പെട്ടവരോട് പക്ഷം ചേരുന്ന, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കുന്ന ഒരു ശുശ്രൂഷ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നടത്തിയിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് സാക്ഷിക്കുന്നത്. അദ്ദേഹം സന്ദർശിച്ച രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ഒരു ഭാഗം പാവപ്പെട്ടവരെ സന്ദർശിക്കുന്ന ഒരു സമയം കൂടി കൂട്ടിച്ചേർത്തിരുന്നു എന്നാണ് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത്. അങ്ങനെ സമൂഹത്തിലെ മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരും അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരും പരിത്യക്തരും അല്ലെന്നുവരികില് പരിഗണന അർഹിക്കാത്തവരെന്ന് ലോകം ഒരുപക്ഷെ മുദ്ര കുത്തുന്നവരുമായിട്ടുള്ള മനുഷ്യ മക്കളോടും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേക അനുകമ്പയും സ്നേഹവും കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് സമൂഹത്തിലെ സ്ത്രീകളോടും അതുപോലെ തന്നെ സഭയിലെ ദൈവജനത്തോടും അദ്ദേഹം കാട്ടിയിരുന്ന വലിയ ഒരു സഭാശൈലി, പ്രത്യേകിച്ച് സിനഡാലിറ്റി എന്ന് പറയുന്നത് സഭയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ സഹായിച്ചതായിട്ടുള്ള ഒരു കാര്യമാണ്. വൈദികരുടെയും സന്യസ്തരുടെയും സ്ഥാനത്തിന് കുറവ് ഉണ്ടാകാത്ത രീതിയിൽ, അതേസമയം ക്ലറിക്കലിസം, വൈദിക സന്യസ്ത ആധിപത്യം സഭയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്ന് സ്നേഹപൂർവ്വം അവരെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ അൽമായരും പിതാക്കന്മാരും വൈദികരും മാർപ്പാപ്പായും കർദിനാൾമാരും എല്ലാം കൈപിടിച്ച് പോകുന്ന ഒരു സിനഡാലിറ്റി, ഒന്നിച്ച് സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സഭയാണ് കർത്താവായ യേശുക്രിസ്തു വിഭാവനം ചെയ്തത് എന്ന് ആധുനിക സമൂഹത്തിന് വളരെ വ്യക്തമായി സാക്ഷിക്കുകയും അത് തന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുകയും ചെയ്തു പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു അതിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. മറ്റ് മാർപ്പാപ്പമാര് ഉപയോഗിച്ച മാർപ്പാപ്പമാരുടെ വലിയ സൗകര്യമുള്ള ഭവനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു ചെറിയ മുറിയിൽ സാർവത്രിക സഭയുടെ തലവൻ പത്രോസിന്റെ പിൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒതുങ്ങിക്കൂടി ജീവിച്ചത് ഈ കാലഘട്ടത്തിന് കൊടുത്ത ഏറ്റവും വലിയ ജീവിത സാക്ഷ്യമാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണം, വസ്ത്രധാരണം, അതുപോലെ ഉപയോഗപ്പെടുത്തിയതായിട്ടുള്ള അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, ഇതെല്ലാം വളരെ സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ളതായിരുന്നു, പ്രത്യേകിച്ച് കാറും ഒക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലാളിത്യത്തിന്റെ ഒരു വലിയ മുഖം, യേശുക്രിസ്തുവിന്റെ ഒന്നുമില്ലായ്മയുടെ ഒരു ആചാര്യനായി പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ സാർവത്രിക സഭയെ നയിച്ചു എന്നത് നമ്മെ സംബന്ധിച്ച് വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതായിട്ടുള്ള ഒരു സഭാ സന്ദേശമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് യുദ്ധവും അസമാധാനവും അനീതിയും അതുപോലെ തന്നെ തിന്മ നിറഞ്ഞതായ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതെയാക്കണം എന്ന് വിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും ലോക രാഷ്ട്രങ്ങളോട് പ്രബോധിപ്പിച്ചിരുന്നു. ഈസ്റ്ററിന് അദ്ദേഹം കൊടുത്ത സന്ദേശത്തിലും
അവസാനമായി പറഞ്ഞ കാര്യം നമുക്കറിയാം. ഗാസയില് വെടിനിർത്തണമെന്നും അവിടെ ബന്ദികളായവരെ വിമോചിപ്പിക്കണമെന്നും ലോകത്തോട് ഈസ്റ്ററിന് തുറന്നു പറഞ്ഞ ഒരു മാർപ്പാപ്പ ഈ കാലഘട്ടത്തിന്റെ ശബ്ദവും ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ മനസ്സാക്ഷിയുടെ ശബ്ദവും വളരെ ശക്തമായി ലോകത്ത് നൽകി എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ ലോകത്ത് സന്തോഷവും സമാധാനവും പ്രത്യാശയും നിറഞ്ഞ ഒരു ജീവിതം, എല്ലാ മനുഷ്യരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതായ ഒരു പുതിയ രാജ്യത്തിന്റെ സൃഷ്ടി അല്ലെങ്കിൽ ലോകത്തിന്റെ കാഴ്ചപ്പാട് ദർശനം കാത്ത് സൂക്ഷിക്കുകയും അത് എല്ലാവർക്കും നൽകുകയും ചെയ്ത ഒരു പരിശുദ്ധനായ പിതാവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഭൗതിക വസ്തുക്കളോട് ഡിറ്റാച്ച്മെന്റ് ആണ്. ലോകത്തിലെ ആഡംബരങ്ങളോടോ ആനന്ദവലികളെ മറ്റ് സുഖസൗകര്യങ്ങളോട് ഒന്നും ഒരിക്കലും ഒട്ടിച്ചേരുവാൻ അല്ലെങ്കിൽ അതിനോട് താതാത്മ്യപ്പെടുവാനായിട്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കലും ആഗ്രഹിച്ചിരുന്ന എന്നുള്ളതാണ്. ആ അർത്ഥത്തിലാണ് അദ്ദേഹം 100% ഒരു ദിവ്യ മനുഷ്യനായിരുന്നു, പരിശുദ്ധനായ പിതാവായിരുന്നു. ഈ കാലഘട്ടത്തിൽ സഭയ്ക്കും ലോകത്തിനും യേശുക്രിസ്തുവിന്റെ സന്ദേശം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ പോലെ ജീവിച്ച് സാക്ഷിച്ച് സ്വർഗത്തിലേക്ക് കടന്നുപോയ വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതം ദൈവ കൃപ കൊണ്ട് നിറഞ്ഞതും ദൈവ ഇടപെടൽ കൊണ്ട് സമ്പന്നമായിരുന്നു. അദ്ദേഹം ഈ ലോകത്തിലെ കാട്ടിത്തന്ന നല്ല മാതൃകകളെ തുടരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയുടെ സ്വർഗീയ സാന്നിധ്യം ഒരുപാട് നല്ല ഹൃദയസ്പർശിയായ ഓർമ്മകള് പിതാവിന് ഉണ്ട്. അതിന്റെ ബേസിൽ ചോദിക്കുകയാണ്, സംസ്കാര ശുശ്രൂഷയ്ക്ക് പോകാൻ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ? എനിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുള്ള ക്ഷണവും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാസ്പോർട്ട് ജർമ്മൻ കോൺസുലേറ്റിൽ വിസായി കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് പോകാൻ യാതൊരു നിവൃത്തിയും, പ്രത്യേകിച്ച് CBCയുടെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പ്രത്യേകം അതിനുള്ള ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ പോകാൻ സാധിക്കുന്നില്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ അച്ഛാ. പിതാവേ, ഒരുപാട് നന്ദി. ഇത്ര നല്ല അനുഭവങ്ങൾ ഞങ്ങൾ ഇത്ര നേരം കേൾക്കുകയായിരുന്നു. വളരെ ഞങ്ങളെ ഹൃദയത്തെ സ്പർശിക്കുന്ന അനുഭവങ്ങളായിരുന്നു പിതാവ് പങ്കുവച്ചത്. ഞങ്ങളോടൊപ്പം ചേർന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേക ആശംസകളും ദൈവാനുഗ്രഹങ്ങളും നേരുന്നു.